അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമുക്ക് ഇന്ന് തജ്വീദിനെക്കുറിച്ചും ഖുർആനിനെക്കുറിച്ചും ചെറിയൊരു പാഠം പഠിക്കാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പാഠം അൽ ഫുർഖാനുൽ അലീം. ഫുർഖാനുൽ അലീം അള്ളാഹുവിൻ്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ. ഇസ്ലാമിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അള്ളാഹുവിൻ്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ. ഇസ്ലാമിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമാണ്. അതിന് ഖുർആൻ ഷരീഫ് എന്നും ഫുർഖാനുൽ അലീം എന്നും പറയും. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കപ്പെട്ട കിതാബാണത്. 23 വർഷം കൊണ്ട് വിവിധ ഘട്ടങ്ങളിലാണ് അത് ഇറക്കപ്പെട്ടത്. മാറ്റത്തിരുത്തലുകൾ ഇല്ലാതെ ഖിയാമത്ത് നാൾ വരെ അത് നിലനിൽക്കും. ഇതര ഗ്രന്ഥങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഈ കിതാബ് എല്ലാ കാലത്തേക്കും അനുയോജ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്ത് ആണത്. ഖുർആൻ ഓതുന്നത് കേൾക്കലും അതിലേക്ക് നോക്കലും പ്രതിഫലമുള്ളതാണ്. ഇനി പ്രധാനപ്പെട്ട കാര്യം ഈ പാഠത്തിൽ പറയുന്നത്, തജ്വീദിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഖുർആൻ ഓതാവൂ. ഖുർആൻ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഓതാൻ അള്ളാഹു നമുക്കെല്ലാം അനുഗ്രഹം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഈ പാഠത്തുനിന്ന് നമുക്ക് പ്രത്യേകമായിട്ട് മനസ്സിലായത്, തജ്വീദിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഖുർആൻ ഓതാവൂ. ഇൻഷാ അല്ലാഹ് അടുത്ത പാഠത്തിൽ നമുക്ക് തജ്വീദിൻ്റെ നിയമങ്ങൾ പഠിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.